ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നിലവിൽ സാന്റോസിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് നെയ്മർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗോളോ അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിലും മികച്ച പ്രകടനം ആ മത്സരത്തിൽ പുറത്തെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മുന്നത്തെ മത്സരത്തിൽ 2 സൂപ്പർ അസിസ്റ്റുകൾ നെയ്മർ ജൂനിയർ കരസ്ഥമാക്കിയിരുന്നു. ഇനി നെയ്മർ എന്നാണ് കളിക്കളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. പക്ഷേ അടുത്ത സാന്റോസിന്റെ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് CSD മക്കാറക്കെതിരെ കോപ്പ സുഡാമേരിക്കാനയിലെ 2ാം പാദ മത്സരമാണ് സാന്റോസ് കളിക്കുന്നത്. അതിനുള്ള സ്ക്വാഡ് ഇന്നലെ സാന്റോസ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ നെയ്മർ ജൂനിയർക്ക് ഇടം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വിശ്രമം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ആദ്യ പാദ മത്സരത്തിൽ 1-2 ഗോളുകൾക്ക് മക്കാറയെ പരാജയപ്പെടുത്താൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു. അന്നായിരുന്നു നെയ്മർ ജൂനിയർ 2 അസിസ്റ്റുകൾ സ്വന്തമാക്കിയത്. അതിൻ്റെ 2ാം പാദമാണ് വരുന്ന വെള്ളിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 സാന്റോസ് കളിക്കുക. അത് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ്, അഥവാ ഇക്കഡോറിൽ വെച്ചുകൊണ്ടാണ് നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കില്ല. അദ്ദേഹത്തിന് വിശ്രമം നൽകിയിട്ടുണ്ട്. നെയ്മറുടെ അഭാവത്തിൽ സാന്റോസിന് വിജയിച്ച് കയറാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇനി ഓഗസ്റ്റ് 24-ാം തീയതി അഥവാ തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 3 മണിക്ക് ബ്രസീലിയൻ ലീഗിൽ മിറാസോളിനെ സാന്റോസ് നേരിടുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് മുന്നോടിയായി നെയ്മർക്ക് വിശ്രമം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ 27-ാം തീയതി കോപ്പാഡോ ബ്രസീലിൽ കരുത്തരായ പാൽമിറാസിനെ സാന്റോസിന് നേരിടേണ്ടി വരുന്നു. അതിനുശേഷം കൊറിന്ത്യൻസിനെതിരെ ഒരു മത്സരം കളിക്കുന്നു. അതിനുശേഷം പാൽമിറാസിനെതിരെ അതിൻ്റെ 2ാം പാദ മത്സരം കളിക്കുന്നു. അങ്ങനെ വളരെ സുപ്രധാനമായ ഒരുപാട് മത്സരങ്ങളാണ് സാന്റോസിനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നെയ്മർക്ക് ഈ മത്സരത്തിൽ വിശ്രമം അനുവദിച്ചിട്ടുള്ളത്. ഏതായാലും 24-ാം തീയതി നടക്കുന്ന മത്സരത്തിലാണ് ഇനി നെയ്മർ ജൂനിയറെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.